ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബക്കൽ ഫാറ്റ് റിമൂവലാണ്. ബോളിവുഡിലെ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ സൂപ്പർ സ്റ്റാർസ്, ഹീറോയിൻ ആയിക്കോട്ടെ ഹീറോസ് ആയിക്കോട്ടെ, എല്ലാവരും കോമൺലി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബക്കൽ ഫാറ്റ് റിമൂവൽ. ഇപ്പൊ നമ്മളുടെ നാട്ടില് സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നില്ല, പക്ഷെ സാധാരണക്കാർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് എന്താ പറയാ, ഈ പറയുന്ന മോഡൽസ് എന്റെ പേഷ്യൻസ് ആണ് ഒരുപിടി പേര്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ഡിമാൻഡ്സ് ആണ്. ബക്കൽ ഫാറ്റ് എടുക്കണം, റൈനോപ്ലാസ്റ്റി ചെയ്യണം, ചിൻ താടി മുന്നോട്ട് കൊണ്ടുവരണം. റീസെന്റ് ആയിട്ടൊരു ഇന്റർവ്യൂല് നയൻതാര പറഞ്ഞു, ഞാൻ പ്ലാസ്റ്റിക് സർജറീസ് ഒന്നുമേ ചെയ്തിട്ടില്ല, അതെല്ലാം എൻ്റെ ഡയറ്റിങ്ങിന്റെയും ഞാൻ ഹെൽത്തി ആയിരിക്കുന്നതിന്റെയും കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയാം, നയൻതാര ഡെഫിനറ്റ്ലി റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. നയൻതാര ഡെഫിനറ്റ്ലി മിക്കവാറും ബക്കൽ ഫാറ്റ് റിമൂവൽ സർജറി ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിംപിൾ. ദീപിക പദക്കൊണ്ട് നുണക്കുഴി പോലെ എനിക്കും നുണക്കുഴി വേണം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു പിടി പേരെന്ന് ഒരു പിടി. കാരണം എനിക്കിപ്പോ പറയാം, ഞാൻ എല്ലാ ദിവസവും ഇന്ന് രാവിലെ ഞാൻ നുണക്കുഴി ചെയ്തു, ഇന്നലെ ചെയ്തു, അതിന് മിന്നാന്ന് ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഒരു മാസം മിനിമം ഒരു 10-15 നുണക്കുഴിയെങ്കിലും ഞാൻ മിനിമം ചെയ്യുന്നുണ്ട്. ഈ 15 നുണക്കുഴിയും സാധാരണക്കാരാണ്. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നുണക്കുഴി, ഒരുപിടി പേര് ചെയ്യുന്നുണ്ട് നുണക്കുഴി. അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ഇതൊരു ഡെയിലി റൂട്ടീൻ പോലെയാണ് നുണക്കുഴി. മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ആനച്ചെവി എന്ന് പറയുന്നത് ദിവ്യ ഉണ്ണിയുടെ ആനച്ചെവിയാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും, നല്ല എല്ല് ഇത് ആനച്ചെവി, കുറച്ചുകൂടി വലിയൊരു ചെവി ഇട്ടാലോ, നമുക്ക് ഒരുപാട് കാത് കുത്താലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ദിവ്യ ഉണ്ണിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം.